സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട്. നമ്മൾ 1, 2 കാര്യങ്ങളല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില പ്രോഡക്ട്സ്, അതായത് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ്. പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് പലതും നമ്മുടെ സ്കിന്നിന് ഒരുപോലെ സ്യൂട്ടാവും. എന്നാലും ചിലതെങ്കിലും നമ്മുടെ ഫേസിൽ നല്ലതെന്ന് കരുതി ചെയ്യുന്നത് അത്ര നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. എന്താണെന്ന് ഞാൻ പറയാം. പക്ഷെ അതിനുള്ള ബുദ്ധിമുട്ട്, ഇറിറ്റേഷൻ, മറ്റു കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഫേസിൽ അറിയാൻ പറ്റും. ഫസ്റ്റ് വൺ, ലെമൺ ജ്യൂസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പല വീഡിയോസിലും ലെമൺ ജ്യൂസ് ഒരിക്കലും ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ലെമൺ ജ്യൂസ് ഇട്ട് ബേസ് വരുത്താണ്ട് ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ. വെള്ളം അല്ലെങ്കിൽ തന്നെ നമ്മൾ പലതരം ക്രീം ഐറ്റംസും, ക്രീം എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള അരിപ്പൊടി, അതുപോലെ തന്നെ റാഗി, അങ്ങനത്തെ കാര്യം യൂസ് ചെയ്യുമ്പോൾ അതിൽ മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ആ പാക്കിൽ നമ്മുടെ ലെമണിനോടൊപ്പം നമ്മൾ വാട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് മാത്രമാകുമ്പോൾ നമ്മൾ വാട്ടറും കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് വേണം എപ്പോഴും യൂസ് ചെയ്യാൻ. പിന്നെ വരുന്നത്, നമ്മൾ എല്ലാ സ്കിൻ ടൈപ്പർക്കും മോയ്സ്ചറൈസർ മസ്റ്റാണ്. മോയ്സ്ചറൈസർ യൂസ് ചെയ്തിരിക്കണം. പക്ഷേ ഓയിലി സ്കിൻ ബേസ്ഡ് വരുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഓയിൽ കണ്ടൻറ്റ് കുറഞ്ഞ, അതായത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഫേസിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിൻ്റെ കുഞ്ഞറിവിലെ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മെയിനായിട്ട് അതുപോലെ നമ്മുടെ തേർഡ് വൺ എന്താണ്, സൺസ്ക്രീൻ. നമുക്കറിയാം എല്ലാവരും ഫേസിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അത് വേണ്ട കാര്യമാണ്. അത് യൂസ് ചെയ്യാതിരിക്കരുത്. മൂന്നാമത്തെ തേർഡ് വൺ നമുക്കറിയാം, എക്സ്ഫോളിയേറ്റ്. ഫേസിൽ ആഴ്ചയിൽ 3, 4 തവണയായിട്ട് ഒത്തിരി സ്ക്രബിങ്. എന്തിനാണ് നമ്മുടെ ഫേസിൽ ഇത്തിരി സ്ക്രബ് ചെയ്യുന്നത്? സ്ക്രബിങ്ങിൻ്റെ ആവശ്യമില്ല. നമുക്ക് വീക്ക്ലി വൺസ് നമ്മുടെ ഫേസിൽ സ്ക്രബ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ട്, ഫംഗ്ഷനിൽ പോകുന്ന ആ ഒരു ടൈം, എന്നാലും ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ഫേസിൽ സ്ക്രബ് ചെയ്യാൻ. എക്സ്ഫോളിയേറ്റ് ഒത്തിരി ക്രീം ഐറ്റംസ് നോർമൽ വരുന്ന പലതരം പ്രോഡക്റ്റ്സ് ഉണ്ട്. അതൊരിക്കലും പലതായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇന്ന പ്രോഡക്റ്റ് ഉണ്ട്, നമ്മളെടുത്ത് സ്കിന്നിന് ട്രൈ ചെയ്ത് നോക്കണം, അടുത്ത പ്രോഡക്റ്റ് ഇട്, ഒരിക്കലും ചെയ്യരുത്. സ്കിന്നിന് സ്യൂട്ടാവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും ഫസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പാസ്റ്റേജ് ഒരു 3, 4, 5 ഡേയ്സ് എങ്കിലും ചെയ്ത് നോക്കിയതിന് ശേഷം പ്രോബ്ലം ഇല്ല എങ്കിൽ ഫേസിൽ യൂസ് ചെയ്യാം. നമ്മൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ഒരു 4 വീക്സ് എങ്കിലും വേണം റിസൾട്ട് കിട്ടാൻ. അപ്പോൾ അതനുസരിച്ച് യൂസ് ചെയ്യുക. വേറെ എന്താ പറയുക, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട സ്കിൻ കെയർ റുട്ടീനിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ സ്കിൻ ഗ്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചില നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവത്തില്ല. അത് അറിഞ്ഞ് നോക്കി ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും.